JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന 1200 ചിങ്ങമാസത്തിലെ 15-ാം തീയതി മുതൽ 21-ാം തീയതി വരെയുള്ള 7 ദിവസത്തെ വാരഫലമാണ്. അതായത് ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 6-ാം തീയതി വരെയുള്ള ഒരാഴ്ചത്തെ ഫലം ആണ്. അതിൻ്റെ ഗുണദോഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. തുലാം രാശി മുതൽ മീനൻ രാശി വരെയുള്ള ആ രാശിക്കാരെ സംബന്ധിച്ചുള്ള ഫലമാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര 3-4 പാദങ്ങൾ, ചോതി വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ, ഇതാണല്ലോ തുലാം രാശിക്കാർ. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 11-ൽ വ്യാഴം വർഗോത്തമം ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് പല കാര്യത്തിലും ഗുണമുണ്ടാകും എന്നുള്ളതാണ്. ഏത് കാര്യത്തിലും പുരോഗതി ഉണ്ടാകും. നമ്മൾ ഈ 11-ാം ഭാവത്തിൽ സൂര്യൻ വർഗോത്തമം ചെയ്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കുന്ന ഏത് കാര്യങ്ങളായാലും അതിനൊരു അടുക്കും ചിട്ടയും ഗുണവും സാധിക്കാനും അത് നേടാനും അതുപോലെ തന്നെ വിജയിക്കാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം വരുന്നു എന്നുള്ളതാണ്. കാരണം ഇങ്ങോട്ട് ലഭിക്കുന്നതാണ് 11 ആഗമന സ്ഥാനം. നഷ്ടപ്പെട്ട പലതും കിട്ടത്തില്ല എന്ന് വിചാരിച്ചതോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും എന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ തിരിച്ചെടുക്കാനും തിരിച്ചു കിട്ടാനും തിരിച്ചു പിടിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു ആഴ്ചയാണ്. വിദ്യാഭ്യാസ പുരോഗതിയും തൊഴിൽ സാധ്യതയും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു ആഴ്ച കൂടിയാണ്. ബന്ധുക്കളിൽ നിന്നുള്ള സഹായം ലഭിക്കും എന്നാണ്. പിതാവിൽ നിന്ന് ലഭിക്കേണ്ട അഥവാ കുടുംബപരമായി ലഭിക്കേണ്ട ഓഹരികൾ അതെല്ലാം ഈ ആഴ്ച ലഭിക്കും. ഭൂമി സംബന്ധമായി ഗുണം ലഭിക്കും. അതുപോലെ തന്നെ കടബാധ്യതയൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കാനുള്ള സാഹചര്യവും ഈ ആഴ്ച ഉണ്ടാകും എന്നുള്ളതാണ്. അഷ്ടമത്തിലെ വ്യാഴം അത്ര മെച്ചമല്ല. സുഖത്തിന് ഹാനിയും സ്വാതന്ത്ര്യമില്ലായ്മയും അതുപോലെ ടെൻഷനും യാത്രാക്ലേശവും ഒക്കെയാണ് അതുകൊണ്ട് കൂടുതലും ഉണ്ടാകുന്നത്. കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെടുന്ന തരത്തിൽ ഉള്ള വ്യക്തികൾക്ക്, അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ തപാൽ വകുപ്പ്, അതുപോലെ തന്നെ ഓൺലൈൻ പ്രവർത്തനം, അതുപോലെ റിപ്പോർട്ടിങ്, അതായത് ടി വിയിലായാലും പത്രത്തിലെ ആയാലും അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ ഇത്തരം ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ളവരുമായിട്ടൊക്കെ ഒരു ബന്ധം സ്ഥാപിക്കാനും അതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മെച്ചമുണ്ടാകാനും ഒക്കെ ഒരു സാധ്യതയുള്ള ആഴ്ചയാണ്. പിന്നെ ശുക്രൻ നീചരാശി ആയതുകൊണ്ട് സ്ത്രീകൾക്കും നല്ല ഒരു ആഴ്ചയല്ല. അതുപോലെ തന്നെ സ്ത്രീകൾ മൂലം മറ്റുള്ളവർക്കും വിഷമമുണ്ടാകുന്ന ഒരു ആഴ്ചയാണ്. അപ്പം സുഖം കുറയും, സുഖാനുഭവങ്ങളും കുറയും, സന്താനങ്ങൾ അകന്നു കഴിയാനുള്ള ഒരു സാധ്യതയും വരും. ജോലി, പഠനം എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ദൂരദേശവാസം ഉണ്ടാകും. മാതാവിൻ്റെ കുടുംബക്കാരുമായിട്ട് അത്ര അടുപ്പവും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. വൃശ്ചികൻ രാശിയിലേക്ക് പോകുമ്പോൾ, വൃശ്ചികൻ രാശി എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ 4-ാം പാദം, അനിഴം, കേട്ട, ഈ 3 നക്ഷത്രങ്ങളാണ് വൃശ്ചികൻ രാശി വരുന്നത്. 10-ാം ഭാവത്തിൽ വർഗോത്തമം ചെയ്ത് സൂര്യൻ നിൽക്കുന്നത് തൊഴിൽപരമായി ഒരുപാട് ഗുണമുണ്ടാകും എന്നുള്ളതാണ്. കർമ്മഗുണം, ഏത് കാര്യം വിചാരിച്ചാലും അത് പൂർത്തീകരിക്കാൻ സാധിക്കും. സർക്കാർ തലത്തിൽ ഏതെങ്കിലും ബന്ധം ഉള്ളവർക്കും സർക്കാർ ജോലിക്ക് ലിസ്റ്റിലുള്ളവർക്കും അതുപോലെ തന്നെ സ്ഥിരമല്ലാതെ ഏതെങ്കിലും പാർട്ട് ടൈം ജോലി ആയാലും അതിനൊക്കെ ശ്രമിക്കുന്നവർക്കും അനുകൂലമായ ഒരു ആഴ്ചയാണ് ഈ ആഴ്ച. സൂര്യ ബുധയോഗം ഏറ്റവും മെച്ചമുള്ള ഒരു കാര്യം കൂടിയാണ്. കഴിഞ്ഞ കുറേ നാളായി അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രയാസങ്ങൾക്ക് ഒരു മോചനം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഈ ആഴ്ചയിൽ അവർക്ക് സാധിക്കും. 5-ലെ രാഹു പല പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. സ്വാർത്ഥതയും സ്വന്തം കാര്യം മാത്രം നോക്കുന്നയാളാണ് എന്നൊക്കെ ഉള്ള ചില ആരോപണങ്ങളുമൊക്കെ ഉണ്ടാകാം എന്നുള്ളതേ ഉള്ളൂ. സന്താനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നവും മറ്റു വിഷമതയൊക്കെ വരാം. 7-ലെ വ്യാഴം ബുദ്ധി സാമർഥ്യവും വാക്സാമർഥ്യവും കാര്യസിദ്ധിയും കളത്ര സുഖവും സാമ്പത്തിക പ്രശ്നത്തിന് പരിഹാരവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ്. ചൊവ്വ 8-ലാണ് നിൽക്കുന്നത്. അപ്പോൾ ആരോഗ്യ പ്രശ്നമോ അപകട സാധ്യതയോ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഈ 8-ാം ഭാവത്തിലെ ചൊവ്വ എന്ന് പറയുമ്പോൾ ചൊവ്വ തട്ടമുട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യം, ധൈര്യം, വീര്യം, പരാക്രമം, അങ്ങനെയൊക്കെ. അപ്പം എടുത്തുചാട്ടം അതുപോലെ തന്നെ സാഹസം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. ഭാര്യാഭർത്തൃ ബന്ധത്തിലെ അഭിപ്രായ വ്യത്യാസവും ഈ ചൊവ്വ സൂചിപ്പിക്കുന്നുണ്ട് എന്നാണ്. ഇതിന് എന്താണ് പരിഹാരം എന്ന് ചോദിച്ചാൽ, വലിയ വിഷയം ഉണ്ടാകാതിരിക്കുന്നതിന്
നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ചൊവ്വ സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ ഇവിടെ മിഥുനൻ രാശി എന്ന് പറയുമ്പോൾ ഓജരാശി ആയതുകൊണ്ട് ഓജരാശിയിലെ ചൊവ്വയെ സുബ്രഹ്മണ്യനെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമായതുകൊണ്ട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തുകയും എന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ ചെയ്യുകയൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ അംശകസ്ഥിതി നോക്കുമ്പോൾ അത് സ്ത്രീരാശിയിൽ വരുന്നതുകൊണ്ട് ഭദ്രകാളി ക്ഷേത്രവുമായിട്ടും അതൊരു ബന്ധം വരും. അപ്പോൾ ഇതിൽ സുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രം അടുത്തുള്ളവർ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുക. സുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രത്തിലെ അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട് ഏതാണോ അത് ചെയ്യുക. ഭദ്രകാളി ക്ഷേത്രമാണെങ്കിൽ അവിടെ രക്തപുഷ്പാഞ്ജലിയൊക്കെ നടത്തുക. ഭാര്യാഭർത്തൃ ബന്ധവും കുടുംബത്തിലെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ അപകടങ്ങൾ സാധ്യത ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തീവ്രത കുറയ്ക്കാനും ഒഴിവാക്കാനും ഒക്കെ സഹായിക്കും എന്നുള്ളതാണ്. സാമ്പത്തികമായിട്ട് അധിക ചെലവിന് സാധ്യതയുള്ള ഒരു ആഴ്ചയാണ്. മാതാവിനും മാതൃസ്ഥാനത്തുള്ളവർക്കും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. വാദസംബന്ധമായ രോഗസാധ്യതകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുക എന്നതാണ് വൃശ്ചികൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. ഇനി ധനു രാശിക്കൂർ എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്തരാടത്തിൻ്റെ 1-ാം പാദം, ഇതാണല്ലോ ധനു രാശി വരുന്നത്. പിതാവിൽ നിന്ന് പല ആനുകൂല്യങ്ങളും ലഭിക്കാനുള്ള ഒരു ആഴ്ചയാണ് ഇത്. എന്നാലും പിതാവുമായി ഒരു അകലം പാലിക്കും എന്നുള്ളതാണ്. അത്ര മാനസികമായിട്ടൊരു മനസ്സ് തുറന്നൊരു താല്പര്യം ഉണ്ടാകത്തില്ല. കാരണം കിട്ടിയതും അതായിരുന്നില്ല, കുറച്ചുകൂടി കിട്ടണമായിരുന്നു എന്നൊരു മനോഭാവം ആയിരിക്കാം ചിലപ്പോൾ. ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള ഒരു അവസരമുണ്ടാകും. ഉന്നത വിദ്യാഭ്യാസം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞു നിൽക്കുന്നവർക്ക്, അതായത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ഒരു നല്ല ആഴ്ചയാണ്. 7-ലെ ചൊവ്വ കളത്ര സുഖം കുറയ്ക്കും എന്നുള്ളതാണ്. കാരണം ധനു രാശിക്കാർക്ക് മിഥുനൻ രാശിയിലാണ് ചൊവ്വ നിൽക്കുന്നത്. അപ്പോൾ 7-ാം ഭാവത്തിലായിട്ട് വരും. അപ്പോൾ 7-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ കുടുംബ ബന്ധങ്ങൾക്ക് ചില തടസ്സങ്ങളും ചില അകൽച്ചയും അഭിപ്രായ വ്യത്യാസങ്ങളും നീരസവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു കലഹം, പരസ്പരം ഒന്ന് കലഹിക്കുന്ന ഒരു സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. യാത്ര കൊണ്ട് ഗുണമൊന്നും, പ്രതീക്ഷിച്ച ഗുണമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയും ഇല്ല. മറ്റൊരു കാര്യം, 7-ാം ഭാവത്തിൽ ചൊവ്വ ആയതുകൊണ്ട് തന്നെ യാത്ര വളരെ സൂക്ഷിക്കുകയും ചെയ്യണം. സന്താന വിഷയത്തിൽ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. മക്കളുമായി, സന്താനങ്ങളുമായിട്ടൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസവും കലഹിക്കാനുള്ള സാധ്യതയുണ്ട്. സുഖം കുറയും, സ്ത്രീകളുമായി കലഹിക്കേണ്ടി വരും. അനുഭവ ഗുണം കുറയും. 3-ലെ ശനി അതാണ് കുറേ മെച്ചമുള്ള ഒരു കാര്യം. 3-ാം ഭാവത്തിലെ ശനി എന്ന് പറയുമ്പോൾ അത് വളരെ അനുകൂലവുമാണ്. സഹോദരങ്ങളെ കൊണ്ട് വളരെയേറെ ഗുണവും സഹായവുമൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ മേടൻ രാശിയിൽ ശനി അംശം ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉള്ളതുകൊണ്ട് ചില കാര്യങ്ങളിൽ ചില മാനസിക പ്രശ്നങ്ങളൊക്കെ സഹോദരങ്ങളുമായിട്ടൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. 6-ലെ വ്യാഴം ഈശ്വരാധീനം കുറയ്ക്കും. പൊതുവെ ഈ ആഴ്ച അത്ര ഒരു മെച്ചമായ ആഴ്ച അല്ലാത്തത് കൊണ്ട് തന്നെ വ്യാഴം 6-ാം ഭാവത്തിൽ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ വ്യാഴത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെയും അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ അവതാരങ്ങളെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പം കൃഷ്ണൻ്റെയോ വിഷ്ണുവിൻ്റെയോ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി ഒരു വഴിപാടും അർച്ചനയും ഒക്കെ നടത്തിയാൽ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് പരിഹരിക്കാൻ സാധിക്കും എന്നുള്ള. ഇനി മകരൻ രാശിയിലേക്ക് പോകുമ്പോൾ, മകരൻ രാശി എന്ന് പറയുമ്പോൾ ഉത്തരാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ 1, 2 പാദങ്ങളും ചേരുന്നതാണ് മകരൻ രാശി. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മകരൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സമയം അല്ല. മെഡിസിന് പഠിക്കുന്നവർക്ക് നല്ല ഗുണമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സർക്കാർ തലത്തിൽ പ്രവർത്തിക്കുന്നവർക്കും അത്ര മെച്ചമല്ല. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. 6-ലെ ചൊവ്വയും 5-ലെ വ്യാഴവും ഗുണകരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒന്നാണ്. 5-ാം ഭാവം എന്ന് പറയുമ്പോൾ സന്താനങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, മനസ്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ വരും. അപ്പോൾ 6-ലെ ചൊവ്വ എന്ന് പറയുമ്പോൾ ശത്രുതാപരമായി ഇങ്ങോട്ട് പെരുമാറുന്നവരെ നേരിടാനുള്ള ഒരു ധൈര്യം, അതുപോലെ തന്നെ ഒരു എന്തും വരട്ടെ എന്ന് പറഞ്ഞൊരു ആത്മവിശ്വാസം, മുന്നോട്ട് പോകാനുള്ള ഒരു ഉത്തേജനം, ഇതൊക്കെയാണ് 6-ലെ ചൊവ്വ തരുന്നത്. അപ്പോൾ 5-ാം ഭാവം എന്ന് പറയുമ്പം
സന്താനങ്ങൾക്കും മനസ്സിനും നമ്മുടെ മനസ്സിനും ഒരു സുഖം ഉണ്ടാകും, സന്താനങ്ങൾക്ക് ഗുണകരമായ ഒരു അവസ്ഥയും ഉണ്ടാകും. അത് വിദ്യാഭ്യാസം ചെയ്യുന്നവരായാലും ജോലിക്ക് ശ്രമിക്കുന്നവരായാലും എങ്ങനെയുള്ളവരായാലും. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ പാരിതോഷികം, സമ്മാനം ഇങ്ങനെയൊക്കെ ഉള്ളതും ലഭിക്കാനുള്ള ഒരു സാധ്യതയും ഈ ആഴ്ച ഉണ്ട് എന്നുള്ളതാണ്. ശത്രുത ഉള്ളവരുമായിട്ട് അകന്നു കഴിയുക എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മളെ എന്തെങ്കിലും അല്ലെ മത്സരിച്ച് തോൽപ്പിക്കാനോ പറഞ്ഞു തോൽപ്പിക്കാനോ വരുന്നവർ തോറ്റുപോകും. അതാണ് ഈ 6-ാം ഭാവത്തിലെ ചൊവ്വ എന്ന് പറഞ്ഞാൽ ശത്രുവിനെ പരാജയപ്പെടുത്താൻ സാധിക്കും എന്നുള്ള അത്തരത്തിലുള്ള ഒരു ആഴ്ച കൂടിയാണ്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ചൊവ്വ മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ആരെങ്കിലുമായിട്ടൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. മനസ്സിന് സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്ന അവസരങ്ങൾ വരും. ആത്മീയ കാര്യത്തിൽ കുറേ കൂടി ശ്രദ്ധയുണ്ടാകും. കാരണം 5-ാം ഭാവം എന്ന് പറഞ്ഞാൽ കുറേ കൂടി ഈശ്വരവിശ്വാസവും ആത്മീയ ചിന്തയൊക്കെ വരുന്ന ഒരു സാഹചര്യമാണ്. വരുമാനം പോലെ തന്നെ ഈ ആഴ്ച ചിലവിനും സാധ്യതയുണ്ട്. കുടുംബത്തിലുള്ളവരുമായിട്ട് അകൽച്ച ഉണ്ടാകാനുള്ള സാധ്യതയും, അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ സുഖ സൗകര്യങ്ങളൊക്കെ കുറയുകയും ചെയ്യും എന്നുള്ളതാണ് ഈ മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു കാര്യം. ഇനി കുംഭൻ രാശിയിലേക്ക് പോയാൽ, കുംഭൻ രാശി എന്ന് പറയുമ്പം അവിട്ടത്തിൻ്റെ 3-4 പാദങ്ങൾ, ചതയം പൊരുട്ടാതിയുടെ 1-2-3 പാദങ്ങൾ, ഇതാണല്ലോ കുംഭൻ രാശി. കുംഭൻ രാശിക്കാർക്ക് 7-ൽ സൂര്യനാണ്. അത്ര നല്ല ഫലം തരുന്ന ഒരു സാഹചര്യമല്ല 7-ലെ സൂര്യൻ. കാരണം 7-ാം ഭാവം എന്ന് പറഞ്ഞാൽ മാർഗസ്ഥാനം കൂടെ ആയതുകൊണ്ട് പല യാത്രകൾ ചെയ്യേണ്ടി വരും. അതൊന്നും ഫലപ്രദമായി അല്ലെങ്കിൽ കാര്യസാധ്യമായി തീരണം എന്നുമില്ല. അപ്പോൾ യാത്രയൊക്കെ ചിലപ്പോൾ പാഴായി പോകുന്ന, അല്ലെങ്കിൽ അനവസരത്തിലായി പോകുന്നു, വേണ്ടായിരുന്നു എന്നൊക്കെ പിന്നെ തോന്നുന്ന അവസരങ്ങളുമുണ്ട്. എന്നാൽ എല്ലാ യാത്രയുമല്ല, എങ്കിലും ചില യാത്രകൾ ഗുണകരമാകില്ല എന്നുള്ളതാണ്. ഉദര സംബന്ധമായിട്ട് ചില വിഷമതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ള. എന്തെങ്കിലും ചെയ്യുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് കാര്യമായ ഒരു പ്രോത്സാഹനം ലഭിക്കുന്നില്ല കുംഭൻ രാശിക്കാർക്ക് എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. കാരണം കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പല വിഷയങ്ങളിൽ അറിവുള്ളവരും പല കാര്യങ്ങളിൽ താല്പര്യമുള്ളവരും ഒക്കെ ആയിരിക്കും. അപ്പോൾ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ അവർ ചിലപ്പോൾ നല്ല നിലയിലൊക്കെ എത്താനുള്ള സാഹചര്യമുണ്ട്. പക്ഷെ അവർ ഒരു പ്രോത്സാഹനം കൊടുക്കാനൊന്നും കാര്യമായിട്ട് ആരും ഉണ്ടാകില്ല, അല്ലെങ്കിൽ എന്തിനാ എന്നുള്ളൊരു മനോഭാവമൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. അലച്ചിലും വിഷമതയും അതുമൂലം ചിലരുമായിട്ടൊക്കെ ഒന്ന് കലഹിക്കാനുള്ള സാധ്യതയുമൊക്കെ ഈ ആഴ്ച ഉണ്ടാകും എന്നുള്ളതാണ്. ആരോഗ്യ പ്രശ്നമുള്ളവരൊക്കെ സൂക്ഷിക്കണം. സന്താന വിഷയത്തിൽ അത്ര നല്ല സമയമല്ല. മനസ്സിൽ ദേഷ്യവും ശൗര്യവും വെറുപ്പും ഒക്കെ തോന്നുന്ന ഒരു ആഴ്ചയാണ്. പിന്നെ ഗർഭിണിയായിട്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ആഴ്ച ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. വ്യാഴം അത്ര മോശമല്ലാത്തതിനാൽ വാഹനഭാഗ്യവും വീട്ടിൽ ചില അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി ഒന്ന് വൃത്തിയാക്കാനുള്ള സാഹചര്യവുമൊക്കെ ഉണ്ടാകും. മാതാവിന് വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല സമയമാണ്. നേരത്തെ ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നവരാണെങ്കിൽ അവരുടെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി ഒരു ആശ്വാസമൊക്കെ കിട്ടുന്ന ഒരു നല്ല അവസ്ഥയിലേക്ക് വരുന്ന ആഴ്ചയാണ്. വിവാഹ സംബന്ധമായ കാര്യം അത്തരത്തിൽ ചിന്തിക്കുന്നവർക്ക് ഈ ആഴ്ചയും അനുകൂലമായ ഒരു സമയം അല്ല. പൊതുവെ പല കാര്യത്തിലും ഒരു സുഖക്കുറവ് തോന്നുന്ന ആഴ്ചയാണ്. ഭക്ഷണസുഖം കുറയും, രുചിയില്ല എന്ന് തോന്നും. അതുപോലെ തന്നെ ഒന്നിനോടും പ്രത്യേകിച്ചൊരു ഇഷ്ടം തോന്നുന്ന ഒരു ആഴ്ചയും ആകാനുള്ള സാധ്യതയില്ല. സാമ്പത്തികമായിട്ട് വലിയ മെച്ചമൊന്നും വരുന്ന ആഴ്ചയും അല്ല. പിന്നെ കുടുംബക്കാരുമായിട്ടൊക്കെയുള്ള ആ ബന്ധം, സംസാര രീതിയിൽ ചില അകൽച്ചയും അതുപോലെ തന്നെ ചില വിരോധവുമൊക്കെ ഉണ്ടാകാം എന്നുള്ളതാണ്. ചിലവ് കൂടും. തലവേദന, പല്ലിന് വേദന തുടങ്ങിയ ശിരോരോഗങ്ങൾക്കൊക്കെ സാധ്യതയും ഉള്ള ഒരു ആഴ്ചയാണ്. ഇനി നമുക്ക് മീനൻ രാശിയിലേക്ക് പോയാൽ, മീനൻ രാശി എന്ന് പറയുന്നത് പൂരട്ടാതിയുടെ 4-ാം പാദം, ഉത്രട്ടാതി, രേവതി, ഇതാണ് മീനൻ രാശി. സൂര്യൻ ചിങ്ങത്തിൽ 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അത് സർക്കാർ സംബന്ധമായ കാര്യത്തിലും സാമ്പത്തികമായി ഗുണമുണ്ടാകുന്ന കാര്യത്തിലുമൊക്കെ നല്ലതാണ്. ഏതെങ്കിലും വിധത്തിൽ ശത്രുത വെച്ചു പുലർത്തുന്നവരെ പരാജയപ്പെടുത്തുന്ന ഒരു
അവസ്ഥ കൂടി ഈ 6-ാം ഭാവത്തിന് വരും. എന്നാൽ ആരോഗ്യ പ്രശ്നമുള്ളവരെ സംബന്ധിച്ചിടത്തോളം, ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് വയറ് സംബന്ധമായ കാര്യങ്ങൾ, അസ്ഥി സംബന്ധമായ കാര്യം, ഇങ്ങനെയൊക്കെയുള്ള അസ്ഥിക്ക് ബലം കുറയുക, അതുപോലെ തട്ടല മുട്ടല ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നവർ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ, വയറ് സംബന്ധമായ അസുഖങ്ങളുള്ളവർ, ഗ്യാസിൻ്റെ അസുഖങ്ങളുള്ളവർ, അലർജിയുടെ അസുഖങ്ങളുള്ളവരെ, കോച്ചിപ്പിടുത്തം, കൊളുത്തിപ്പിടുത്തം, ഇങ്ങനെയൊക്കെ വിലക്കം ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊന്നും ഈ ആഴ്ച അത്ര നല്ല സമയമല്ല എന്നുള്ളതാണ്. 4-ലെ ചൊവ്വ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 4-ാം ഭാവം എന്ന് പറഞ്ഞാൽ വീട്, വാഹനം എന്നിവയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മീനൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 4-ലെ ചൊവ്വ യാത്രയിൽ സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യം വരും. അതായത് വാഹനാപകടം എന്ന് തന്നെ മലയാളത്തിൽ പറയാം. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വീട്ടിൽ അല്ലെങ്കിൽ വഴിയിലോ എവിടെയായാലും തട്ട്, മുട്ട്, വീഴ്ച, മുറിവ് ഇങ്ങനെയൊക്കെ ഉള്ളത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും അതുപോലെ തീയുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ ഈ ആഴ്ച വളരെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇത് പറഞ്ഞത് നിങ്ങളെ പേടിപ്പിക്കാനൊന്നുമല്ല, ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. 3-ലെ വ്യാഴം ഒരു തരത്തിലും ഗുണമല്ല, അത് ഈശ്വരാധീനം കുറയ്ക്കുന്നതുമാണ്. സ്ഥാനഭ്രംശം ഉണ്ടാകാം, കാര്യവിചാര ദോഷം ഉണ്ടാകാം. എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്, ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതാണ് കാര്യവിചാര ദോഷം. കർമ്മദോഷം, ഓരോന്നും ചെയ്തു കൂട്ടി അതിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ പുറകെ നടക്കും, അങ്ങനെയും വരാം. അതുപോലെ സാമ്പത്തികമായി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതായത് കാര്യവിചാരദോഷം, കർമ്മദോഷം, ധനനഷ്ടം എന്നിവയ്ക്കൊക്കെയുള്ള സാധ്യത. സഹോദരങ്ങളുമായിട്ട് നല്ലതുപോലെ യോജിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കില്ല. പല കാര്യങ്ങളിലും ബുദ്ധിമോശമായിരിക്കും ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് ആലോചിക്കാതെയും ചിന്തിക്കാതെയും ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുക. വീട്ടിൽ ഓരോന്ന് പറഞ്ഞ് കലഹം ഉണ്ടാക്കുക. ശനിയും വ്യാഴവും അനുകൂലമല്ലാത്തത് കൊണ്ട് വളരെ ആലോചിച്ചും ശ്രദ്ധിച്ചും മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. ശനിദോഷത്തിന് ശാസ്താവിനും വ്യാഴത്തിൻ്റെ ദോഷത്തിന് വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലും വഴിപാട് നടത്തി ഈശ്വരവിശ്വാസത്തോടു കൂടി, ദൈവവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോയാൽ ഈ ആഴ്ചയിൽ കുഴപ്പങ്ങളൊന്നുമില്ലാതെ നമുക്ക് സന്തോഷമായിട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.